പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം രോഹിത് പറഞ്ഞതനുസരിച്ച് ഇന്നൊരു ദിവസം കൂടി രോഹിത്തിന് ഫുഡ് അവൻ്റെ റൂമിൽ കൊണ്ട് കൊടുക്കുകയാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ്റെ സങ്കടങ്ങളെല്ലാം അലീനയോട് പറയുന്നുണ്ട്. അലീനയോട് രോഹിത് പറയുവാണ്, എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു, ചേച്ചിയോട് ദേഷ്യമായിരുന്നു, അതുപോലെ അച്ഛനോട് ദേഷ്യമായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ അവസ്ഥ, അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, ആക്സിഡൻ്റ് ആയത് എല്ലാം കൂടി ആലോചിച്ചപ്പം എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ ജീവിതം എവിടെയെങ്കിലും കൊണ്ട് തല്ലി പൊട്ടിച്ച് കളയാനായിരുന്നു എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ അവൻ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. സാഹചര്യം കൊണ്ട് അവൻ അങ്ങനെയൊക്കെ ആയിപ്പോയതാണ് എന്നാണ് അവൻ പറയുന്നത്. ഇതിനിടയ്ക്ക് വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ. മക്കളെല്ലാം ഇപ്പം അലീനയുടെ ഒപ്പം കൂടുവാണ് എന്ന് വൈജയന്തിക്ക് പയ്യെ മനസ്സിലായി തുടങ്ങി. അതിൻ്റെ സങ്കടമുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ബബിത ചോദിച്ചായിരുന്നല്ലോ, അമ്മയും അലീനെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്, അലീന ഉണ്ടാക്കി തരുന്ന ഭക്ഷണമല്ലേ കഴിക്കുന്നത് എന്ന്. അതുകൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടി അങ്ങ് നിർത്തുവാണ് വൈജയന്തി. പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക. അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ വൈജയന്തി. അതുകൊണ്ട് തന്നെ ഡോറെ തട്ടി വിളിക്കുന്നു. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുവാണ്, നീ എൻ്റെ കാര്യം അന്വേഷിക്കാൻ വരണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നിന്നോട് ആരെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞോ, ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ഏതായാലും പാഴ്സൽ വന്ന ഫുഡാണെന്ന് തോന്നുന്നു വൈജയന്തിയുടെ കൈ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നല്ല ഡയലോഗ് പറഞ്ഞും കാണും. വൈജയന്തിയുടെ മുഖത്ത് നല്ല ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട് അലീന അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ. പിന്നീട് ഈ വിവരം അറിയുന്ന ബാലേന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം കുടുംബത്തിൽ ബാക്കി എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ വൈജയന്തി ഭക്ഷണം പോലും പുറത്തുനിന്ന് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാണക്കേടാണ്, ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ദേഷ്യം ബാലേന്ദ്രൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അലീന തടയുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ്. അതുപോലെ രോഹിത്തിന് വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട്. അവനത് മേടിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവൻ്റെ കൈ പിടിച്ച് കൈക്കകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം രണ്ടുപേരുടെ അമ്പലത്തിൽ പോകാനൊക്കെ ഇറങ്ങുന്നുണ്ട്. അവന് പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും നാണക്കേടുമൊക്കെ ആയിരുന്നല്ലോ. അതിനേറെ അവന് എന്തോ പേടിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ. ഏതായാലും അലീനയുടെ കൂടെ രണ്ടുപേരുടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നടന്നാണ് അമ്പലത്തിൽ പോകുന്നത്. അലീന കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് നടക്കുന്നത്. അന്നേരം അലീനയുടെ കൂടെ ഇവൻ പോകുമ്പം ഓപ്പോസിറ്റ് പോകുന്നവർ തിരിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രോഹിത്തിനെ. ഏതായാലും അവർ അമ്പലത്തിൽ പോകുന്നു, തൊഴുതിറങ്ങുന്നു. രോഹിത്തിനെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അലീന. അവൻ ഒരുപാട് സന്തോഷത്തോടെ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് കുറി വരയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് രോഹിത്തിന് സ്വന്തം സഹോദരങ്ങളോട് പോലും മിണ്ടാൻ ഭയങ്കര നാണക്കേടായിരുന്നു. അവരെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്ന് രോഹിത്തുമായിട്ട് സംസാരിപ്പിക്കുന്നുണ്ട്. രോഹിത്ത് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അന്നേരം ഇതൊക്കെ കാണുന്ന ബാലേന്ദ്രന് ഭയങ്കര സന്തോഷം. ചിന്നിച്ചിതറിപ്പോയ ആ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിച്ചെടുക്കുകയാണ് അലീന. അതിൻ്റെ സന്തോഷവും നന്ദിയും ഒക്കെ അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ച് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ നല്ല അതിമനോഹരമായ എപ്പിസോഡുകളാണ് വരുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.